ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നാനയാണ്. അവളൊരു ടെമ്പിളിൽ പോയിട്ട് പ്രാർത്ഥിക്കായിരിക്കും. അവളുടെ ജോലി നേരവണ്ണം ഇനി മുതൽ ചെയ്യാൻ പറ്റണമെന്നൊക്കെ അവൾ പ്രാർത്ഥിക്കും. ഇന്നലെ അവൾ എല്ലാവരും മുന്നിൽ വെച്ച് നന്നായി ജോലി ചെയ്യുന്നു പറഞ്ഞ കാര്യമൊക്കെ അവൾ ആലോചിക്കും. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് ടിൻഡു പ്രാർത്ഥിക്കുന്നുണ്ടാവുക. അവൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക അവൾക്ക് എന്നും നല്ല ഡ്രിങ്ക്സ് ഒക്കെ കിട്ടണമെന്നൊക്കെ ആയിരിക്കും. പിന്നീട് അവര് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഒരു വിഷ് കാർഡൊക്കെ എടുക്കാൻ പോവും. നാനയ്ക്ക് അതിൽ റിലേഷൻഷിപ്പ് നന്നായി പോകുന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവള് നല്ല ഹാപ്പി ആവും. പിന്നെ ടിൻഡോയും അതൊക്കെ നോക്കും. അപ്പൊ നാന ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ ഇനി എന്റെ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടതെന്നൊക്കെ വിചാരിക്കും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ പുതുതായിട്ട് വന്ന ഒരു രോഗിയുണ്ട്. അയാള് ഡിസ്ചാർജ് ചെയ്യായിരിക്കും. അപ്പൊ അയാൾക്ക് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടതെന്നൊക്കെ എഴുതിയിട്ട് ഞാനൊരു ബുക്ക് കൊടുക്കും. എല്ലാവർക്കും അത് ഇഷ്ടാവും. എല്ലാവരും കൂടി എന്നിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അയാള് നാനയുടെ കാര്യത്തിൽ ഒന്നുകൂടി ഇംപ്രസ് ആവും. പിന്നീട് കാണിക്കുന്നത് ടിറ്റോനെയാണ്. അവന്റെ അടുത്ത് പോയിട്ട് നാന സോറി പറയും. ഇന്നലെ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ സോറി എന്നൊക്കെ പറയും. അപ്പൊ അവൾ അവന്റെ അടുത്ത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, എപ്പോഴും ചിരി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് കാരണം ആലോചിച്ച് അവൻ ചിരിക്കും. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമായിരിക്കും. അപ്പോഴാണ് അവനൊരു കോള് വരിക. ഒരു പേഷ്യന്റ് അറ്റാക്ക് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊരു ലേഡി ആയിരിക്കും. അവരെ വേഗം ടിറ്റോ ICUലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവരുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അവൾ അങ്ങനെ വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് അവിടെ ഒരു കബോർഡിന്റെ സൈഡിൽ ഒരു സ്റ്റിക്കി നോട്ട് കാണാം. അതിൽ ഇന്നത്തെ ജോലിയൊക്കെ നന്നായിരുന്നു എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മുന്നേ അവൾക്ക് ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റിക്കി നോട്ട് കിട്ടിയിട്ടുണ്ടാവും. അവൾ അത് കസൂക്കി വെച്ചെന്ന് വിചാരിച്ച് കസൂക്കിയുടെ അടുത്ത് പോയിട്ട് ഇന്നത്തെ ജോലി നന്നായി ചെയ്തു എന്ന് പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ കസൂക്കി അത് മേടിച്ച് നോക്കിയിട്ട് ഞാനൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോഴേക്കും അവിടേക്ക് ടിൻഡോയും വന്നിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാവരും കൂടി പോയി ചർച്ച ചെയ്തു. ഇതേതോ കള്ളം വെച്ചതാണെന്നാണ് തോന്നുന്നത്, നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയും. നിന്റെ പിന്നാലെ ആരോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ടിറ്റോ അത് കേട്ടിട്ട് അപ്പോ ഇങ്ങനത്തെ വിയേർഡായിട്ടുള്ള ടേസ്റ്റ് ഉള്ള ആരാ ഉള്ളത് എന്നൊക്കെ പറയും. നാനയ്ക്ക് അപ്പോൾ ദേഷ്യം വരും. അപ്പൊ കസൂക്കി പറയും, ഞാൻ എന്തായാലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ കൂടെ ഒരു ബോഡി ഗാർഡിനെ പോലെ നടക്കാന്ന്. ടിറ്റോ അത് കേൾക്കുമ്പോൾ നാനയെ നോക്കും. നാനയും തിരിച്ചു നോക്കുന്നുണ്ടാവും. എന്നിട്ട് നാന ടിറ്റോനെ നോക്കി നേരെ കസൂക്കിയുടെ അടുത്ത് ഓക്കെ പറയും. ആ സമയത്ത് ടിൻഡോ പറയണ്ടാവും ഒരു ഡേറ്റ് പോലെ എന്നൊക്കെ. അപ്പോ ടിറ്റോക്ക് കുറച്ച് ടെൻഷനൊക്കെ ആവും. പിന്നീട് കസൂഗിയും നാനയും കൂടി മാർക്കറ്റിലൊക്കെ പോവും. അവിടെ കസൂഗി എല്ലാവരുടെ അടുത്തും നന്നായിട്ടായിരിക്കും പെരുമാറുണ്ടാവുക. കസൂഗി നല്ലൊരാളാണെന്ന് നാനയ്ക്ക് മനസ്സിലാകും. ഇവരങ്ങനെ കളിച്ച് ചിരിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ ആരോ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടാവും. ടിൻഡു ആണെങ്കിൽ പുതുതായി വന്ന പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോവും. കസൂഗി ആയിരിക്കും ആ പേഷ്യന്റിനെ നോക്കേണ്ടത്. പക്ഷെ അവൻ നാനയുടെ കൂടെ പോയ കാരണം കൊണ്ട് ടിറ്റോ അവിടെയൊക്കെ പോയി നോക്കും. അപ്പൊ അവിടെ തന്നെയുള്ള ഒരു ലേഡി ഡോക്ടർ വന്നിട്ട് ടിറ്റോയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ അവൻ കസൂഗിനെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. പിന്നീട് യാക്കിനെയാണ് കാണിക്കുന്നത്. കസൂഗിനെയും നാനേനെയും ഒപ്പം കാണുമ്പോൾ അവൾക്ക് വിഷമാവും. ഇവർ രണ്ടുപേരും എന്താ ഡേറ്റ് ചെയ്യാണെന്നൊക്കെ അവൾ വിചാരിക്കും. പിന്നീട് കസൂഗി നാനി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നീ ലേറ്റ് ആണെന്ന് ടിറ്റോ അവരുടെ അടുത്ത് പറയും. അപ്പൊ ഞാൻ നേരത്തെ വന്നല്ലോ എന്ന് പറയുമ്പോൾ കസൂഗി എൻ്റെ അടുത്താണെന്ന് പറയും. എന്നിട്ട് കസൂഗിയും നാനയും കൂടി നേരെ പോയിട്ട് ആ പുതിയതായി വന്ന പേഷ്യന്റിന്റെ അടുത്ത് സംസാരിക്കും. അവർക്ക് ബൈപ്പാസ് സർജറി വേണമെന്നൊക്കെ പറയും. അവരപ്പോ സർജറിക്ക് റെഡി അല്ലാന്നാണ് പറയുക. കസൂഗി അപ്പോ തിരിച്ചു വന്ന് അവിടുത്തെ ചീഫ് ഡോക്ടറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അവര് സർജറിക്ക് റെഡി അല്ലാന്നാണ് പറയണെന്നൊക്കെ. നാന ഈ സമയത്ത് വീണ്ടും ആ പുതുതായി വന്ന പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ടുണ്ടാവും. അവരപ്പോ നീ എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ നിനക്കൊരു കാര്യം ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുക്കും. അവര് ഒരു മകളെ പോലെ അവളെ കെയർ ഉണ്ടാവും. എന്നിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയും. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയും. അവർക്കൊരു മകളുണ്ട്. അവരൊരു ഡൈവേഴ്സായ സ്ത്രീയാണ്. കുറെ വർഷങ്ങളായി വീട്ടിൽ നിന്ന് പിരിഞ്ഞ് താമസിക്കുകയാണ്. അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഈ അടുത്ത ദിവസം അവരുടെ മകളുടെ മാരേജാണ് ഉള്ളത്. അവരുടെ മകളുടെ മാരേജിന് അവർക്ക് പോകണമെന്ന് ഉള്ള കാരണം കൊണ്ടാണ് അവർ സർജറിക്ക് റെഡി ആവാത്തെന്നൊക്കെ കസൂഗിയുടെ അടുത്ത് നാന പറയും. അപ്പൊ നാന ഇനി എന്താ ചെയ്യാന്ന് ആലോചിക്കും. ടിറ്റോ ആണെങ്കിൽ എന്തായാലും സർജറി നടത്തി പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലായിരിക്കും ഉള്ളത്. ടിറ്റോ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് നാന പോയ ശേഷം കസൂഗിയുടെ അടുത്ത് എന്തായാലും സർജറി നടത്തിയേ പറ്റൂ, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയും. അപ്പൊ കസൂഗി നാന എന്റെ കൂടെ നടക്കണേന്ന് നിനക്ക് അസൂയൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. പിന്നീട് നാന അവളുടെ ഫ്രണ്ട്സിനെല്ലാം റൂമിലേക്ക് വിളിച്ച് അവളുടെ പിന്നാലെ നടക്കണ ആളെ കുറിച്ചും അവൾക്ക് സ്റ്റിക്കി നോട്ട് വെക്കണ ആളെ കുറിച്ചൊക്കെ പറയും. അപ്പോ ആ യാക്കിക്ക് മനസ്സിലാവും കസൂഗി അത് കാരണം കൊണ്ടാണ് നാനയുടെ കൂടെ പോയിന്നൊക്കെ. നിഷയാണെങ്കിൽ ഈ സമയത്തും ടിൻഡോനെ തന്നെ ആലോചിച്ചിരിക്കായിരിക്കും. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഫുഡ് എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു നോട്ട് കിട്ടും. ഈ നോട്ട് കിട്ടണ അമ്പലത്തിലേക്ക് ഒന്ന് പോയി നോക്കാന്ന് അവൻ വിചാരിക്കും. ടിറ്റോയുടെ വീട്ടിലാണെങ്കിൽ അവൻ വർക്ക് ചെയ്തോണ്ടിരിക്കായിരിക്കും.
ടിൻഡു ആണെങ്കിൽ ഒരു ജോലിയും ചെയ്യാനില്ലാതെ ജീവിതത്തിലൊന്നും ചെയ്യാനില്ലാതെ കുറെ ഡ്രിങ്ക് ചെയ്തിട്ട് ജീവിക്കണമെന്ന് മാത്രം വിചാരിക്കുന്ന ആളാണ്. അവൾക്ക് സമയമൊന്നും പോണ്ടാവില്ല. അവൾ അങ്ങനെ വെറുതെ ഇരിക്കും. അവൾ വന്നിട്ട് ആ സ്റ്റിക്കി നോട്ടൊക്കെ എടുത്തു വെച്ച് അത് ആ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിവെക്കണം എന്നൊക്കെ വിചാരിക്കും. പിന്നീട് കാണിക്കുന്ന ഓഫീസ് തന്നെയാണ്. ഓഫീസിൽ കസുകി എല്ലാവരുടെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാവും. അവർക്കിപ്പോ ഓപ്പറേഷൻ വേണ്ടെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നൊക്കെ പറയും. ടിറ്റു ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ആ സമയത്ത് തന്നെ അവർക്ക് നല്ല നെഞ്ചുവേദന വന്നിട്ടുണ്ടാവും. നാന അവരെ പോയി ഹെൽപ്പ് ചെയ്യും. അവളാണ് ഈ സീരിയസ് സിറ്റുവേഷനിൽ പേഷ്യൻറ്റിനെ നന്നായിട്ട് കെയർ ചെയ്യുക. അവൾ അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടേക്ക് കസുകി വരും. എന്നിട്ട് എല്ലാവരും കൂടി ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ അവർക്ക് കുറച്ച് ഭേദമാവുകയൊക്കെ ചെയ്യും. പിന്നീട് ടിറ്റോയുടെ അടുത്ത് ഒരു നഴ്സ് വന്നിട്ട് പറയും പുതിയ പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യവും ഈ സീരിയസ് സിറ്റുവേഷനിൽ നോക്കിയത് ഞാനാണെന്നൊക്കെ. ഇവള് നന്നാവാൻ തുടങ്ങിയോന്ന് ടിറ്റോയും വിചാരിക്കും. പിന്നീട് ഞാൻ ആ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരിക്കും. ടിറ്റോയും പുറത്തു കൂടെ വരുന്നുണ്ടാവും. അവൻ എന്നിട്ട് ഈ ഡോറിൻ്റെ സൈഡിൽ നിൽക്കും. അപ്പോൾ ആ പേഷ്യൻറ്റ് ഞാനടുത്ത് പറയുന്നതൊക്കെ ടിറ്റോ കേൾക്കും. അവർക്ക് അവരുടെ മകളുടെ കല്യാണം കാണണമെന്നാണ് ഏറ്റവും അവസാനത്തെ ആഗ്രഹം. ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. ടിറ്റോ അപ്പോൾ അവൻ്റെ എക്സ് ലവറിൻ്റെ കാര്യം ആലോചിക്കും. അവളും ഇങ്ങനെ മരണസമയത്ത് അവൻ എപ്പോഴും ചിരിച്ചിരിക്കണം എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവനതൊക്കെ ആലോചിച്ച് വിഷമാവും. അവനപ്പോൾ എന്തായാലും ഈ സ്ത്രീയുടെ ആഗ്രഹം നടത്തി കൊടുത്താലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവനത് ആരടുത്തും പറയില്ല. നാന പിന്നീട് ഒരു പ്രസൻറ്റേഷനൊക്കെ വീട്ടിൽ പോയി തയ്യാറാക്കും. എന്നിട്ട് നഴ്സിംഗ് സ്റ്റാഫിൻ്റെയൊക്കെ മുന്നിൽ പോയി പറയും എനിക്കൊരു ഐഡിയ ഉണ്ട്. ഈ വയ്യാത്ത ആളുകളുടെയൊക്കെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കൊടുത്താലോ എന്നൊക്കെ. അങ്ങനെ അവൾ ഒരു പ്രസൻറ്റേഷന് വേണ്ടി പോവും. എല്ലാ ഡോക്ടേഴ്സിനൊക്കെ കൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അവരുടെ മുന്നിൽ വെച്ചിട്ട് അവൾ പ്രസൻറ്റേഷനൊക്കെ ചെയ്യും. അവരപ്പോൾ അതിനാദ്യം സമ്മതിക്കില്ല. ഇതൊന്നും നടക്കില്ല, എന്തായാലും ഇനി ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ, അല്ലാതെ ആ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ അസുഖം വഷളാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടിറ്റോ പറയും ഈ പ്ലാൻ എന്തായാലും നമുക്ക് നടപ്പാക്കാമെന്ന്. ഞാൻ അവളുടെ കൂടെ പോയിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നാനയ്ക്ക് സന്തോഷമാവും. അങ്ങനെ അവളുടെ ഐഡിയ വർക്കാവും. അവൾ നല്ല ഹാപ്പിയാവും. അവിടെയുള്ള എല്ലാവരും നല്ല സന്തോഷത്തിലായിട്ടുണ്ടാവും. അവൾ എന്നിട്ട് നേരെ ചെന്ന് ടിറ്റോയുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ നാളെ നിൻ്റെ ജോലി എങ്ങനെ പോകണമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ അവൾ നാളെ നന്നായിട്ട് തന്നെ ജോലി ചെയ്യണമെന്ന് വിചാരിച്ച് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് പോവും. ആ സമയത്ത് അവിടെ ഒരു സ്റ്റിക്കി നോട്ട് വീണിട്ടുണ്ടാവും. അവൾ എന്നിട്ട് നേരെ പോയി അവിടെയുള്ള ലേഡി ഡോക്ടറെ കാണും. ആ ലേഡി ഡോക്ടറെ കണ്ട് ലേഡി ഡോക്ടർ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ ശേഷം നേരെ ടിറ്റോയുടെ അടുത്തേക്ക് പോവും. ടിറ്റോ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ നേരെ കാറിൽ കയറി മാരേജ് നടക്കണ വെന്യൂവിലേക്ക് പോയിട്ടുണ്ടാവും. ആ ലേഡി ആണെങ്കിൽ മകളുടെ ഫോട്ടോയും നോക്കിയിരിക്കുകയായിരിക്കും. അവർക്ക് ആ സമയത്ത് ചെറിയ പെയിനൊക്കെ വരും. ആ സമയത്തൊക്കെ നാന നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവർ മാരേജൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. എന്നിട്ട് അവർ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടിറ്റോ ആ ലേഡിയുടെ അടുത്ത് പറയും നമുക്ക് 10 മിനിറ്റ് മാത്രമാണ് സമയമുള്ളത്, അധികം ഇമോഷണൽ ആവാനൊന്നും പറ്റില്ല, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതാണ്, അത് കാരണം കൊണ്ട് സംസാരിക്കുക പോവാന്നൊക്കെ പറയും. പിന്നീട് നേരെ ആ ലേഡി മകളെ കാണാൻ വേണ്ടി പോകും. മകളെ കാണുമ്പോൾ അവർ ഹായ് കാണിക്കും. മകൾക്കാണെങ്കിൽ അവരുടെ ഈ സിറ്റുവേഷനൊന്നും അറിയില്ല. അപ്പോൾ ടിറ്റോ പോയി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ മകൾക്ക് നല്ല വിഷമാവും. എന്നിട്ട് അവർ വേഗം വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോവും. നാനയ്ക്കാണെങ്കിൽ ഈ സമയത്ത് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും. അവൾ നിന്ന് കരയായിരിക്കും ഉണ്ടാവുക. ടിറ്റു ആണെങ്കിൽ അവൾ നിന്ന് കരയുന്നത് കണ്ട് അവൾക്ക് സന്തോഷമല്ലേ എന്ന് വിചാരിച്ച് സന്തോഷിക്കും. അങ്ങനെ അവർ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയ ശേഷം നാന അവിടെ നിന്ന് പൊട്ടിക്കരയുണ്ടാവും. അപ്പോൾ ടിറ്റോ നിനക്ക് എന്താ പ്രാന്താണോ വെറുതെ നിന്ന് കരയണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നാന ടിറ്റോയുടെ അടുത്ത് പറയും മറ്റുള്ളവർ സന്തോഷം കാണുമ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വരുന്നൊക്കെ. ടിറ്റോയ്ക്ക് ആ സമയത്ത് ചിരി വരുന്നുണ്ടാവും ഇവളുടെ പൊട്ടത്തരൊക്കെ കണ്ടിട്ട്. ഇവൾ ആലോചിച്ച് എന്നിട്ട് ടിറ്റോ അവിടെ നിന്ന് പോവും. ഈ സമയത്ത് തന്നെ അവിടെ ഒരാൾ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടാവും. നിഷയാണെങ്കിൽ ടെമ്പിളിലേക്ക് പോയിട്ടുണ്ടാവും. അവൻ എന്നിട്ട് അവിടുത്തെ നോട്ടൊക്കെ എടുത്ത് വായിക്കാൻ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് അവിടെ ഒരാളെ കാണുക. അത് ടിൻഡു ആയിരിക്കും. അവൾ മരത്തിൽ സ്റ്റിക്കി നോട്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവളുടെ അടുത്ത് ചെന്ന് അവൻ സംസാരിക്കും. അവന് അവളെ ഇഷ്ടമാണ്, അവൾക്കും അവനിഷ്ടമാണ്. പക്ഷെ രണ്ടുപേരും തുറന്നു പറയുന്നില്ല. പിന്നീട് മാരേജൊക്കെ കഴിഞ്ഞ് രണ്ടാൾ കൂടി ആ ലേഡിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടാവും. ആ ലേഡി രണ്ടുപേരടുത്തും താങ്ക് യു ഒക്കെ പറയും. എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോവും. എന്നിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ നാന വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, അവൾ എൻ്റെ ഹൃദയം കവർന്നു എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ തന്നെ കസുകിയും പറയും എൻ്റെയും എന്ന്. അത് കേട്ട് അവർ രണ്ടുപേരും ചിരിക്കും. പിന്നീട് നാനയും ടിറ്റോയും കൂടിയിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ നിൽക്കായിരിക്കും. അപ്പോഴാണ്
നാന ഫോൺ നോക്കുക. പക്ഷെ അവളുടെ ഫോൺ ബാഗിലുണ്ടാവില്ല. അവളപ്പോൾ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകാൻ നോക്കും. ടിറ്റോ ഞാനും വരാമെന്ന് പറയുമ്പോൾ അവൾ സമ്മതിക്കില്ല. അവൾ എന്നിട്ട് നേരെ പോവും. അപ്പോഴാണ് അവൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു സ്റ്റിക്കി നോട്ട് എല്ലാവരും നോക്കുന്നതാണ്. അതിൽ നമുക്കിന്ന് മീറ്റ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അവൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവളെ ആരോ ആക്രമിക്കാൻ വേണ്ടെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവൻ നേരെ അവളെ കാണാൻ വേണ്ടി പോവും. ഞാൻ എന്നിട്ട് നേരെ ആ മാരേജ് നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവൾ അവിടെയൊക്കെ ചുറ്റും നോക്കുമ്പോൾ ഒരാൾ ഇതെല്ലാം തിരഞ്ഞു വന്ന് പറഞ്ഞ് ഫോണും പിടിച്ച് നിൽക്കും. ആരാണെന്ന് നോക്കുമ്പോൾ മുന്നേ ഹോസ്പിറ്റലിൽ വന്ന ആ പേഷ്യൻ്റാണ്. അവളെടുത്ത് അയാൾ ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് അയാളെടുത്ത് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ഫൈനലി നമ്മൾ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സംസാരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ പറയും. അങ്ങനെ രണ്ടുപേരും ഉന്തും തള്ളുന്ന സമയത്ത് അവിടേക്ക് ടിറ്റോ വന്ന് അയാളെ തള്ളിയിടും. ഇവളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ടെന്നും പറയും. ആ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ വരാൻ നീ ആരാന്ന് ചോദിച്ച് അയാളൊരു കമ്പെടുത്ത് ടിറ്റോനെ ആക്രമിക്കാൻ വേണ്ടി പോവും. പക്ഷേ ടിറ്റോ അതിൽ നിന്നൊക്കെ അവനെ തടഞ്ഞ് അവനെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് തന്നെ ഒരു കമ്പി ടിറ്റോയുടെ തലയിലേക്ക് വീഴാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോഴേക്കും നാന പോയി അവനെ രക്ഷിക്കും. ആ കമ്പി നേരെ നാനയുടെ തലയിലേക്കായിരിക്കും വീണ്ടാവുക. ടിറ്റോയ്ക്ക് അപ്പോൾ നല്ല വിഷമാവും. പിന്നീട് ഒരു ആംബുലൻസൊക്കെ വന്ന് നാനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ടിറ്റോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. തലയിൽ നിന്ന് നന്നായിട്ട് ബ്ലീഡിങ് ആയിട്ടുണ്ടാവും. അവൾ എന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവൻ സംസാരിക്കണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയും, ഇത് ചിലപ്പോൾ നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് ആയാലോ, ഇനി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, എനിക്ക് ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരുപാട് ഇഷ്ടമായി. ഇതേപോലെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ. എനിക്ക് ഡോക്ടറുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കണം, പിന്നെ കിസ് ചെയ്യണം, ഹഗ് ചെയ്യണം, അങ്ങനെ നമ്മൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയും. അവൾക്ക് ആ സമയത്ത് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ ടിറ്റോ സംസാരിക്കണമെന്ന് പറയും. എന്നിട്ട് അവൻ അവളടുത്ത് പറയും, നിൻ്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും, എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ കാലത്തും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ അവളുടെ ബോധം പോയിണ്ടാവും. അവൾ എന്നിട്ട് പെട്ടെന്ന് സംസാരിക്കാതെയാവും. ടിറ്റോ നന്നായി പേടിക്കും. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരാൾ തലയിലെ മുറിവും തൊട്ട് നടക്കുന്നുണ്ടാവും. അത് നാനയായിരിക്കും. അവൾക്കൊരു പ്രശ്നവും പറ്റിയിട്ടുണ്ടാവില്ല, ചെറിയൊരു മുറി മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അവൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയതായിരിക്കും. ടിറ്റോ അപ്പോൾ അവളെ നീ ഒരു ഇഡിയറ്റ് തന്നെയാണെന്നൊക്കെ പറയും. അവൾ എന്നിട്ട് എനിക്കൊന്നും ഓർമ്മ വരില്ല, എന്തൊക്കെയോ നടന്നല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് അവൾ അങ്ങനെ ഓരോന്നും ഓർമ്മിച്ചെടുക്കും. എൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ ആഗ്രഹം എന്നൊക്കെ അവളിങ്ങനെ ഓർമ്മിച്ചെടുക്കും. പിന്നീട് അവൾ മെല്ലെ മെല്ലെ ഓർമ്മിക്കും, എന്നെ കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കുക എന്നൊക്കെയല്ലേ പറഞ്ഞ്, അതൊക്കെ സാധിച്ചു തരുമെന്നൊക്കെ ചോദിക്കും. അത് ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അതൊക്കെ നിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നൊക്കെ അവൻ പറയും. എന്നിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോവും. അവൾ എന്നിട്ട് തിരിഞ്ഞു നോക്കണം. അതേ സമയം തന്നെ അവൻ അവളെ വന്ന് കിസ് ചെയ്യും. കിസ് ചെയ്തിട്ട് അവൻ പറയും, ഇതും നിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോവും. ഞാനാണെങ്കിൽ അപ്പോൾ ഷോക്കായി നിൽക്കുന്നുണ്ടാവും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.